ആരോഗ്യ കേരളം, ആഹ്ലാദ കേരളം. സമൃദ്ധിയും സാഹചര്യങ്ങളും അനുകൂലമായിരിക്കുമ്പോഴും നിത്യജീവിത ആവശ്യങ്ങൾക്കായി അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ദുരവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ കേരളം. സംസ്ഥാനത്തെ ഉപഭോഗ വസ്തുക്കളിൽ അരി, ഗോതമ്പ്, പാൽ, പഞ്ചസാര എന്നിവ കഴിഞ്ഞാൽ 5ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവസ്തുവാണ് മുട്ടയും മാംസവും. പ്രതിദിനം 6 കോടി രൂപയുടെ മുട്ടയും 8 കോടി രൂപയുടെ ഇറച്ചിയും തമിഴ്നാട്ടിൽ നിന്നും നമ്മൾ വാങ്ങി കഴിച്ചു തീർക്കുന്നു. ദൈവത്തിന്റെ ഈ സ്വന്തം നാട്ടിൽ നിന്നും ഏകദേശം 5500 കോടി രൂപയാണ് ഈ ഇനത്തിൽ മാത്രം നമുക്ക് നഷ്ടമാകുന്നത്. എന്തിനും ഏതിനും തമിഴ്നാടിന് മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ. എന്നാൽ 3 പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് ഇതായിരുന്നില്ല അവസ്ഥ. ഓരോ മുറ്റത്തും ചിക്കിച്ചകഞ്ഞി നടന്ന നാടൻ കോഴികൾ വീടിന് അലങ്കാരവും നാടിന് ഐശ്വര്യവുമായിരുന്നു. ഉപയോഗം കഴിഞ്ഞ് ബാക്കി വരുന്ന മുട്ടകൾ കയറ്റി അയച്ചിരുന്ന ആ കാലം ഓർമ്മയാവുകയാണോ? ഇല്ല, പ്രതീക്ഷകൾ ഇനിയും അസ്തമിച്ചിട്ടില്ല. മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ടെന്ന തിരിച്ചറിവിൽ ലാഭകരമായ മുട്ടക്കോഴി ഇറച്ചിക്കോഴി ഫാമിന്റെ പുതിയൊരു സൂര്യോദയം വിജയപൂർവ്വം കേരളീയ ഗ്രാമങ്ങളിലേക്ക് പടരുന്നു. ഹാച്ചറിക്കുള്ളിൽ അണുബാധ ഉണ്ടാകാതിരിക്കാൻ കാൽ കഴുകി അണുനാശിനി തളിച്ച് ഉള്ളിലേക്ക് കയറുമ്പോൾ ഇനി കാണാം മുട്ടക്കോഴികളുടെ ഉൽപാദനവും വാക്സിനേഷനും തരംതിരിക്കലുമെല്ലാം നടക്കുന്ന വിസ്മയ ലോകം. ഉന്നത ഗുണമേന്മയുള്ള ഹാച്ചിങ് എഗ്സ്, നമ്മുടെ ഭാഷയിൽ വിരിയിക്കാനുള്ള മുട്ടകൾ. മുട്ടകൾ ട്രേയിലേക്ക് സെറ്റ് ചെയ്യുന്നു. സെറ്റ് ചെയ്ത മുട്ടകൾ ട്രോളിയിൽ നിന്ന് ഇൻക്യുബേറ്ററിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് തുടർന്ന് നടക്കുന്നത്. ഈ മെഷീനാണ് ഹാച്ചർ മെഷീൻ. 18 ദിവസം ഇൻക്യുബേറ്ററിലിരുന്ന മുട്ടകൾ 3 ദിവസം ഹാച്ചർ മെഷീനിൽ വെച്ച് മുട്ടകൾ വിരിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തുവരുന്നു. ഇനി വാക്സിനേഷൻ പ്രക്രിയയാണ്. ഗുണമേന്മയും ആരോഗ്യവുമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ തെരഞ്ഞെടുത്ത് തരംതിരിച്ച് ഓരോന്നിനും വാക്സിനേഷൻ നൽകുന്നു. വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുട്ടക്കോഴികളെയും ബ്രോയിലർ കോഴികളെയും മൈക്രോ യൂണിറ്റുകൾക്ക് കൈമാറുവാനും അവയെ വളർത്തി പരിപാലിക്കുവാനും വേണ്ട സംവിധാനങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് 50 കോഴികളെ വളർത്താനായിട്ടുള്ള കൂട് എന്ന് പറയുന്നത്. ഇതൊന്ന്, ഇത് 2, ഇതിൻ്റെ സൈഡിൽ 2 കൂടുകൾ കൂടി ഉണ്ട്. അങ്ങനെയുള്ള 50 കോഴികളെ നമുക്ക് ഇതിനകത്ത് പാർപ്പിക്കാനായിട്ട് പറ്റും. രാവിലെ തീറ്റയിട്ട് കൊടുക്കുക, അതിനുശേഷം ഈ ടാങ്കിൽ വെള്ളം ഒഴിക്കുക, ഉച്ചയ്ക്ക് ശേഷം വന്ന് മുട്ട പെറുക്കിയെടുക്കുക. ഇത്ര വളരെ എളുപ്പത്തിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റ് ജോലികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല. കേരളത്തിൽ തന്നെ ഇത്രമാത്രം വ്യാപകമായിട്ട് ബാറ്ററി സിസ്റ്റം കേജിൽ വളർത്തി വരുന്നത് മറ്റാരും തന്നെ ഇല്ല. ഇവിടെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കൂടിനകത്ത് കൊമേഴ്സ്യൽ ആയിട്ടുള്ള കോഴികളെ മാത്രമേ വളർത്താനായിട്ട് സാധിക്കത്തുള്ളൂ. കൊമേഴ്സ്യൽ ആയിട്ടുള്ള കോഴികൾ 2 രീതിയിൽ ആണുള്ളത്. കളർ കോഴികളും വൈറ്റ് കോഴികളും. വൈറ്റ് കോഴികളിൽ നിന്ന് വൈറ്റ് ആണ് കിട്ടുന്നത്, കളർ കോഴികളിൽ നിന്ന് കളർ മുട്ടയാണ് ലഭിക്കുന്നത്. കളർ മുട്ടയാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ കേരളത്തിൽ കൂടുതൽ മാർക്കറ്റബിൾ ആക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അത് വളരെ ലാഭകരവുമാണ്. തമിഴ്നാട്, കർണാടകത്തിൽ നിന്നും വരുന്ന മറ്റ് കോഴികളെല്ലാം ബാക്ക്യാർഡ് രീതിയിലുള്ള കോഴികളാണ്. അതിനകത്ത് 50% മെയിൽസ് ആയിരിക്കും. BB380 എന്ന് പറയപ്പെടുന്ന കോഴികൾ 100% ഫീമെയിൽ ബേഡ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റ് ബേഡ്സുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ പെർസെൻറ്റേജ്, മുട്ടയുടെ അളവ് എന്ന് പറയുന്നത് 82% മുതൽ 84% വരെയാണ്. ഒരു പീരീഡിൽ ഏതാണ്ട് 18 ആഴ്ച മുതൽ 72 ആഴ്ച കൊണ്ട് BB380 എന്ന ബേഡിൽ നിന്ന് ഏകദേശം നമ്മൾക്ക് 320 മുട്ട ലഭിക്കുമ്പോൾ മറ്റ് എല്ലാ തരത്തിലുള്ള ബ്രീഡുകളും 22 ആഴ്ച മുതൽ 72 ആഴ്ച കൊണ്ട് കേവലം 220 മുട്ടകൾ മാത്രമേ ലഭിക്കത്തുള്ളൂ. അതുപോലെ തന്നെ BB380 എന്ന ബേഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ചൂടിനും തണുപ്പിനും ഒക്കെ വളർത്തുവാനും ഉതകുന്ന രീതിയിൽ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയ ഒരു തരത്തിലുള്ള ബേഡാണ്. പരപ്പയിൽ ഒരു വനിതാ ഫാർമേഴ്സ് ക്ലബ്ബ് തുടങ്ങിയിട്ടുണ്ട്. സഞ്ജീവിനി വനിതാ ഫാർമേഴ്സ് ക്ലബ്ബ്. 20 സ്ത്രീകളാണ് അതിൻ്റെ കമ്മിറ്റിയിലുള്ളത്. ഞങ്ങളൊരു 170 പേര് ചേർന്ന ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ. 5 പേര് വീതം ചേർന്ന് 34 ഗ്രൂപ്പുകളായിട്ടാണ് ഞങ്ങളതിൽ സ്ത്രീകളെ പങ്കെടുപ്പിച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ട എല്ലാവിധ ബോധവൽക്കരണ ക്ലാസ്സുകളും, ഡോക്ടേഴ്സിൻ്റെ ക്ലാസ്, അതുപോലെയുള്ള മറ്റ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നുള്ള ക്ലാസ്സുകൾ, അങ്ങനെ പല ക്ലാസ്സുകളും ഞങ്ങൾ അവർക്ക് നൽകി സ്ത്രീകളെ സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക, അവരുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുക, അവരെ സാംസ്കാരികമായിട്ടും സാമൂഹ്യമായും ഉയർത്തിക്കൊണ്ട് വരിക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ
പച്ചക്കറികൾ, അടുക്കളയിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റുകൾ, അതുപോലെ തന്നെ അസോള, പുല്ല്, ഇതെല്ലാം ഞങ്ങൾ കൊടുത്ത് ജൈവ രീതിയിൽ തന്നെയാണ് കോഴികളെ വളർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മുട്ടകൾക്ക് കൂടുതൽ മൂല്യം എന്ന് ഞങ്ങൾ പറയുന്നത്. നാടൻ മുട്ടയുടെ അതേ ക്വാളിറ്റിയാണ് നമ്മുടെ മുട്ടയ്ക്കുമുള്ളത്. മറ്റുള്ള മുട്ടകളെക്കാളും വെയിറ്റും അതുപോലെ തന്നെ കൂടുതൽ പ്രോട്ടീനും അടങ്ങിയ മുട്ടയാണ് മാർക്കറ്റിൽ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുട്ടയ്ക്ക് നല്ല ഡിമാൻഡാണ്. 50 കോഴിയെ വളർത്തുന്ന ഒരു വീട്ടമ്മയ്ക്ക് ആ വീട്ടിലേക്കും അവരുടെ ചുറ്റുമുള്ള സമൂഹത്തിലേക്കും മുട്ട, ഇറച്ചി, അതുപോലെ തന്നെ ബയോഗ്യാസ്, പച്ചക്കറികൾ, ഇത്രയും സാധനങ്ങൾ വില കൊടുക്കാതെ അവനവൻ്റെ ആവശ്യത്തിനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇതേപോലെ ഓരോ വീട്ടമ്മമാരും വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ജില്ലയിലും അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ വീട്ടമ്മമാർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അധിക സ്ഥലമൊന്നും വേണ്ട. 50 കോഴിയെ വളർത്തുന്നതിന് ചെറിയ ചെലവ് മതി. ഏകദേശം ഒരു 6000 രൂപയോളം ഈ ഗ്യാസിൽ കൂടിയും മുട്ടയിൽ കൂടിയും ഇറച്ചിയിൽ കൂടിയും ഓരോ വീട്ടമ്മയ്ക്കും സമ്പാദിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പച്ചക്കറികളും. ഇങ്ങനെ എല്ലാവരും നമ്മുടെ സംസ്ഥാനത്തുണ്ടെങ്കിൽ നമുക്ക് അന്യ സംസ്ഥാനങ്ങളിലെ ഇറച്ചിയും മുട്ടയും നമ്മുടെ സംസ്ഥാനത്തേക്ക് വരാതിരിക്കുവാനും നമുക്ക് തന്നെ നല്ല മൂല്യമുള്ള ഇറച്ചിയും മുട്ടയും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ സംസ്ഥാനത്തും വ്യാപിപ്പിക്കുവാനും അത് കൊടുക്കുവാനും നല്ല മൂല്യവർദ്ധിതമായ രീതിയിൽ അവ ഉപയോഗിക്കുന്ന വിധത്തിൽ അവരവരുടെ ആരോഗ്യം സംരക്ഷിക്കുവാനും നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് നല്ല ഒരു ആദായം, ഒരു ചെറിയൊരു ആദായം കൂടിയാണ് ഈ മുട്ട ഉൽപാദനം. ഇറച്ചിയും മുട്ടയും മുഖ്യ ആഹാരമാക്കുന്ന മലയോര ഗ്രാമങ്ങളിൽ അത് ആവശ്യത്തിന് ലഭിക്കാതെ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? മലയോര മേഖലകളിലേക്ക് വിതരണം തടസ്സപ്പെടുത്തുന്ന റോഡ് ഗതാഗത തടസ്സങ്ങൾ, കാലാവസ്ഥ പ്രശ്നങ്ങൾ എല്ലാം ഇതിന് കാരണമാണ്. തമിഴ്നാട്ടിൽ നിന്നും മുട്ടയും കോഴിയും വന്നില്ലെങ്കിൽ കടുത്ത ക്ഷാമവും വിലക്കയറ്റവുമാണ് ഫലം. മൈക്രോ യൂണിറ്റിന്റെ വരവോടെ ഇതിന് പരിഹാരമായി. ആവശ്യക്കാർക്ക് വർഷത്തിൽ 365 ദിവസവും ആവശ്യം പോലെ മുട്ടയും ഇറച്ചിയും ഏറ്റവും ഗുണമേന്മയോടെ ലഭിക്കുമെന്നായി. എൻ്റെ പേര് ഷൈനി ജോർജ്, കറൂറ്റി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്ത ശേഷം വനിതകൾക്ക് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു ചോദ്യമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും വനിതകൾക്ക് ആദായപ്രദമായ ഒരു കാര്യം ചെയ്യണമെന്ന ആഗ്രഹത്തോടുകൂടി പല ആലോചനകൾ വന്നെങ്കിലും ഭർത്താവിൽ നിന്ന് ഒരു ആശയം, മുന്തിയ ഇനം ഒരു മുട്ടക്കോഴിയുടെ പ്രവർത്തനത്തിനെ കുറിച്ച് വന്നു. ആ കോഴികളെ കൂടും 100 നമ്മൾ വീട്ടിലിറക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്തു. ഇന്ന് നമുക്ക് അതിൽ നിന്ന് 95 മുട്ടകളാണ് ലഭിക്കുന്നത്. സാധാരണ കോഴികൾക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ തന്നെ ഇതിനൊപ്പം തന്നെ അതിന് കൊടുക്കുന്നു. ഇന്ന് കുറച്ച് സ്ഥലത്ത് തന്നെ 100 കോഴികളെ നമുക്ക് വളർത്താൻ സാധിക്കുന്നു. നല്ല വരുമാനവും കിട്ടുന്നു. ഈ ആശയം ഞാൻ എൻ്റെ പഞ്ചായത്തിൽ നടപ്പാക്കിയ ശേഷം മറ്റ് പഞ്ചായത്തുകളിലും നടപ്പാക്കും ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ മൊത്തം കേരളത്തിൽ തന്നെ നടപ്പാക്കണമെന്ന് വലിയൊരു സ്വപ്നമുണ്ട്. ഇതുവഴി സ്ത്രീ ശാക്തീകരണത്തിനും കൂട്ടായ്മയ്ക്കും വലിയൊരു വഴിയൊരുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മുട്ടക്കോഴികളുടെ കഥ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി മൈക്രോ യൂണിറ്റിൽ ബാറ്ററി സിസ്റ്റം കൂടുകളിൽ ഇറച്ചിക്കോഴികളെ വളർത്തുന്നത് എങ്ങനെയെന്ന് നമുക്കിനി കാണാം. കേരളത്തിന്റെ കാലാവസ്ഥ, തൊഴിൽ പ്രശ്നങ്ങള്, ജനസാന്ദ്രത തുടങ്ങിയ കാരണങ്ങളാൽ വൻകിട ഫാമുകളേക്കാൾ മൈക്രോ ഫാമുകളാണ് വിജയിക്കാൻ സാധ്യത. ഈ മൈക്രോ കോഴിക്കൂടുകളിൽ മൈക്രോബിയൽ ലോഡ് വളരെ കുറഞ്ഞു നിൽക്കും. മൈക്രോബിയൽ ലോഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ബാക്ടീരിയൽ, വൈറൽ, ഫംഗലായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയുകയും ഈ കോഴിക്കൂടുകളിൽ അത്യുൽപാദന ശേഷിയുള്ള കോഴികൾ വളരുമ്പോൾ ഓരോ കോഴിയും മാക്സിമം റിസൾട്ട് തരികയും ഉൽപാദന ചെലവ് വൻകിട ഫാമുകളേക്കാൾ കുറയുകയും ചെയ്യുന്നു. വീട്ടിൽ ഒരു കോഴിക്കൂടുള്ളത് ഓരോ മലയാളിയുടെയും അഭിമാനമായി കരുതിയാൽ ഈ മൈക്രോ പ്രസ്ഥാനം ഒരു മാക്രോ പ്രസ്ഥാനമായി മാറുന്നത് അതിവിദൂരമല്ല. മൈക്രോ യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന മുട്ടയും ഇറച്ചിക്കോഴികളും വിപണിയിൽ എത്തുന്നതാണ് അടുത്ത വിഷയം. നിലവിലുള്ള വിശാലമായ വിപണിയും കേരളത്തിലെ വ്യാപാരികളും ഇത്തരം ഒരു മുന്നേറ്റത്തിന് സർവ്വ പിന്തുണയും ഉറപ്പു നൽകുന്നുണ്ട്. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ ജീവിതമാർഗവും എനിക്ക് അതിൽ നിന്നൊരു ബെനിഫിറ്റ് ഉണ്ടാവും കാര്യമുണ്ട്. കാരണം നമുക്ക് അധികം ദൂരം പോകണ്ട, നമുക്ക് ഇവിടെ നാട്ടിൽ നിന്ന് കളക്ട് ചെയ്യാം. എനിക്കാണെങ്കിൽ 10,000, 2,000 കോഴി, 3,000 കോഴി ഡെയിലി ആവശ്യമുണ്ട്. ഈ കോഴി നാട്ടിൽ നിന്ന് കിട്ടാതെ എനിക്ക് വളരെ സൗകര്യമാണ്. മാത്രമല്ല നാട്ടുകാര് എന്നിൽ കൂടി ഒരു വരുമാന മാർഗം അവർക്ക് ഉണ്ടാകുമ്പോ അത് അവർക്ക് എന്നോട് സന്തോഷം ഉണ്ടാവും. എനിക്ക് അതിൽ നിന്നൊരു സംതൃപ്തി എനിക്ക് വേറെ ഉണ്ട്. കൂടാതെ ചെറുകിട കർഷകരുടെ കൂട്ടായ്മയിലൂടെ ജൈവ രീതിയിൽ സ്വാദിഷ്ടവും മേന്മയേറിയതുമായ മുട്ട, മാംസം, പച്ചക്കറികൾ എന്നിവ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ശൃംഖല ലക്ഷ്യമിട്ട് കഴിഞ്ഞു. മുട്ടക്കോഴികൾ, ഇറച്ചിക്കോഴികൾ എന്നിവയുടെ ഉൽപാദനം, വളർത്തൽ, വിപണനം എല്ലാം നമ്മൾ കണ്ടു മനസ്സിലാക്കി ഇല്ലേ? ഇനി ഇത് കേരളം മുഴുവൻ പടരണം.
പ്രതിവർഷം നമുക്ക് നഷ്ടപ്പെടുന്ന കോടിക്കണക്കിന് രൂപ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് തന്നെ അത് ലാഭമായി കിട്ടണം. ഇതിനായി കോടിക്കണക്കിന് മുട്ടകളും കോഴികളും നമ്മൾ ഉൽപ്പാദിപ്പിക്കണം. അസാധ്യമല്ലിത്. നമ്മൾ മനസ്സുറപ്പിച്ച മാത്രം മതി. കരുത്തുറ്റ ഒരു കയറിന്റെ ഉറപ്പെന്ന് പറയുന്നത് അനേകായിരം ചെറിയ നാരുകൾ ഒന്നിച്ചു ചേരുമ്പോഴാണ്. ഐക്യമത്യം മഹാബലം. കേരളമെങ്ങും ലക്ഷക്കണക്കിന് വീട്ടമ്മമാർ മൈക്രോ യൂണിറ്റുകളിൽ അണിചേരുമ്പോൾ ഓരോ വീട്ടിലും എത്തും അധിക വരുമാനത്തിന്റെ ആഹ്ലാദം. ഏതായാലും എനിക്കിതിഷ്ടമായി. ആരോഗ്യവും വരുമാനവും ഉറപ്പുവരുത്തുന്ന ഈ പദ്ധതി നാട്ടിൽ എന്റെ മുത്തശ്ശിക്കൊപ്പം ഞാനും തുടങ്ങാൻ പോകുന്നു. പക്ഷേ വിവരങ്ങളും സഹായവും എവിടെ നിന്ന് കിട്ടുമോ എന്തോ. അതിനാണ് ഒന്ന് വിളിച്ചാ മതി. സഹായം ഉറപ്പ്. ഇനി നമുക്ക് ഒരുമിച്ച് പറയാം. ആരോഗ്യ കേരളം, ആഹ്ലാദ കേരളം. ഇതാണ് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്.